സത്യം സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി നമ്മിൽ വിടുതലായി രക്ഷയായി സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. ഒരായിരം സ്തോത്രം ഞാൻ ചൊല്ലുന്നു, 10,000 സ്തുതികൾ അർപ്പിക്കുന്നു. ഒരായിരം സ്തോത്രം ഞാൻ ചൊല്ലുന്നു, 10,000 സ്തുതികൾ അർപ്പിക്കുന്നു. ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ, ഇത്രയേറെ നന്മകളെ എന്നുണ്ടെന്നിൽ നന്മയാ, എന്നു കണ്ടെന്നിൽ പുണ്യമാ, എന്തുണ്ടെന്നിൽ നന്മയാ, എന്തു കണ്ടെന്നിൽ പുണ്യമാ. ലോകസ്ഥാപനത്തിൻ മുൻപേ പുസ്തകത്തിലെഴുതി എൻ്റെ പേരും, ലോകസ്ഥാപനത്തിൻ മുൻപേ പുസ്തകത്തിലെഴുതി എൻ്റെ പേരും. അന്നേ തന്നെനിക്കായി നിൻ സുതനേ, അറുക്കപ്പെട്ടൊരു കുഞ്ഞാടായി നീ, അന്നേ തന്നെനിക്കായി നിൻ സുതനേ, അറുക്കപ്പെട്ടൊരു കുഞ്ഞാടായി നീ. എന്തുണ്ടെന്നിൽ നന്മയാ, എന്തു കണ്ടെന്നിൽ പുണ്യമാ, എന്തുണ്ടെന്നിൽ നന്മയാ. സത്യസത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ എബ്രായ ലേഖനം 10-ാം അധ്യായം ബൈബിളിൻ്റെ ഒരു രത്നച്ചുരുക്കമാണ്, ആകത്തുകയാണ് എന്ന് പറയാൻ കഴിയുന്നൊരു അധ്യായമാണ്. ബലിയർപ്പണമാണ് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലെ മുഖ്യ വിഷയം. ബലിയർപ്പണം എന്ന ആശയം ഏത് മതത്തിലും അതീവ പ്രാധാന്യമുള്ള ഒന്നാണ്. ബലിയർപ്പണം എല്ലാ മതങ്ങളിലും അവരുടേതായ ബലിയർപ്പണ രീതികളും ദിനങ്ങളും അതിന് ചടങ്ങുകളും ഒക്കെ ഉണ്ട് താൻ. ക്രൈസ്തവ വിശ്വാസത്തിലും ബലിയർപ്പണം എന്ന ആശയം വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. ബലിയെക്കുറിച്ച് പഠിക്കാതെ ഒരുവന് ശരിയായ ഒരു ആത്മീകനായിരിക്കുവാൻ കഴിയും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. ബലി എന്താണ് എന്ന് പഠിക്കേണ്ടതുണ്ട്. ആനുകാലിക കാലഘട്ടത്തിൽ ബലി ഏത് ദിശയിലേക്കായിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് ശക്തമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ചും കത്തോലിക്ക ഗോളങ്ങളിൽ. ഈ തരുണത്തിൽ ബലി എന്താണെന്നും ബലി ഏത് ദിശയിലായിരിക്കണമെന്നുമൊക്കെ ചിന്തിക്കുന്നത് തീർച്ചയായും, പ്രത്യേകിച്ച് ബൈബിളിൻ്റെ വെളിച്ചത്തിൽ ചിന്തിക്കുന്നത് ന്യായമാണല്ലോ. നമുക്കൊരുമിച്ച് ബലിയെക്കുറിച്ച്, ബലിയർപ്പണ രീതിയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാമെന്നാണ് ഞങ്ങളിപ്പോൾ കർത്താവിൽ പ്രത്യാശിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എബ്രായ ലേഖനം 10-ാം അധ്യായം ഗൗരവമായി പഠിക്കുവാൻ എൻ്റെ ശ്രോതാക്കളെ ഞാൻ ദൈവസ്നേഹത്തിൽ ആഹ്വാനം ചെയ്യുന്നു. എബ്രായ ലേഖനം തുടങ്ങുന്നത് പഴയ നിയമ ബലികൾ പര്യാപ്തമായിരുന്നില്ല
കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം പാപം പരിഹരിക്കുവാൻ പര്യാപ്തമായിരുന്നില്ല എന്ന നെഗറ്റീവ് പ്രസ്താവനയോടുകൂടെയാണ്. പഴയ നിയമം ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ പഴയ നിയമ വിശ്വാസികളെ പരിപൂർണരാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല പഴയ നിയമ ബലികൾക്ക് എന്ന പ്രഖ്യാപനത്തോടു കൂടെയാണ് എബ്രായ ലേഖനം തുടങ്ങുന്നത്. എന്നാൽ 10:18 ചെല്ലുമ്പോൾ ഇനി ഒരു ബലിയർപ്പണവും ആവശ്യമില്ലാതെ വണ്ണം സമ്പൂർണമായ ഒരു ബലി നിവൃത്തിയായിരിക്കുന്നു, അതുകൊണ്ട് ഇനിമേൽ ബലിയർപ്പണമില്ല എന്ന കൺക്ലൂഷനിലാണ് ഈ അധ്യായം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സമാപിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ബലിയെ അപഗ്രഥിക്കുവാനും ഇന്ന് നടക്കുന്ന ബലിയെക്കുറിച്ചുള്ള ചർച്ചകളിൽ പങ്കാളികളാകുവാനും. എന്താണ് ബലിയർപ്പണം? ഈ ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ആത്മീയതയുടെ കേന്ദ്രമാണ് ബലിയർപ്പണം എന്ന് പറഞ്ഞാലും അത് അതിശയോക്തിയല്ല. ബലി പകരം മരണമാണ്. ഈ തിരിച്ചറിവ് ഏത് ഭക്തനും നിർബന്ധമായും ഉണ്ടായേ പറ്റൂ. ബലി പകരം മരണമാണ്. എന്തുകൊണ്ടാണ് ബലിമൃഗം പാപിക്ക് പകരമായി മരിക്കേണ്ടി വരുന്നത് എന്ന് ചോദിച്ചാൽ, പാപത്തിൻ്റെ ശമ്പളം മരണമാണ് എന്ന ദൈവവചനത്തിലെ ആദ്യ താളുകളിലെ പ്രഖ്യാപനമാണ് അതിന് കാരണം. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ആദമിനോട് ദൈവം പറഞ്ഞു, വിലക്കപ്പെട്ട കനി തിന്നുന്ന നാളിൽ, മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ നീ പാപം ചെയ്യുന്ന നാളിൽ മരിക്കും. പാപത്തിൻ്റെ ശമ്പളം മരണം എന്ന് ചുരുക്കെഴുത്ത്. പാപത്തിൻ്റെ ശമ്പളമായ മരണം അഥവാ ദൈവത്തിൽ നിന്നുള്ള വേർപാട്. മരണമെന്ന വാക്കിന് മുഖ്യമായുമുള്ളത് വേർപാട് എന്ന അർത്ഥമാണ് എന്ന് നാം തിരിച്ചറിയണം. മരണമെന്ന് കേൾക്കുമ്പോൾ അത് തീർന്നു പോകലാണ്, ഇല്ലാതാകലാണ് എന്ന ആളുകൾ ചിന്തിച്ച് വശാകാറുണ്ട്. തീർന്നു, ആ മനുഷ്യൻ ഇനി ഇല്ല എന്ന നിലയിലാണ് മരണത്തെ പലപ്പോഴും ആളുകൾ ഓർക്കാറുള്ളത്. അല്ല കേട്ടോ, തിരുത്തണം. ദൈവവചനമായ ബൈബിൾ പഠിക്കുന്നവർക്കറിയാം, മരണം ഇല്ലാതാകലല്ല, തീർന്നു പോകലല്ല, വേർപാടാണ്. അതുകൊണ്ടാണ് പാപം ചെയ്യുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞ മനുഷ്യൻ ശാരീരികമായി അക്ഷരികമായി എന്ന് മരിച്ചില്ലെങ്കിലും ദൈവസന്നിധിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, ദൈവവും മനുഷ്യനും തമ്മിൽ വേർപിരിഞ്ഞു എന്ന സത്യം നാം മറക്കരുത്. അന്ന് തന്നെ വേർപിരിഞ്ഞു. അപ്പോൾ പാപത്തിൻ്റെ ശമ്പളമായ മരണം പാപി അനുഭവിച്ചാൽ പാപി എക്കാലവും ദൈവത്തിൽ നിന്ന് വേർപെട്ട് നിത്യനാശത്തിലേക്ക് പോകും എന്ന് മറക്കരുത്. പാപത്തിൻ്റെ ശമ്പളമായ മരണം പാപി അനുഭവിച്ചാൽ അവന് രക്ഷയ്ക്ക് പ്രതീക്ഷയില്ല. അവൻ ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി അകന്ന് നിത്യനാശത്തിലേക്ക് പോകും. അവിടെയാണ് ബലിയർപ്പണം എന്ന ആശയം പ്രസക്തമാകുന്നത്. പാപിക്ക് പകരമായി മരിക്കുവാൻ ഒരു യാഗമൃഗം ഉണ്ടാവുക. ഏദൻ തോട്ടത്തിൽ തന്നെ പാപം ചെയ്ത ആദമിനും ഹവ്വയ്ക്കും മുടുക്കുവാൻ ഒരു യാഗമൃഗത്തെ അറുത്തു എന്ന് ചിന്തിക്കുന്നത് ന്യായമാണ്. അതിൻ്റെ തോലുകൊണ്ടാണ് തേജസ് നഷ്ടപ്പെട്ട മനുഷ്യനെ ദൈവം ഉടുപ്പിച്ചത്. മനുഷ്യൻ കണ്ടെത്തിയ അത്തിയിലകൾ അപര്യാപ്തമായപ്പോൾ ദൈവം ഒരു യാഗമർപ്പിച്ചിട്ട് ആ യാഗമൃഗത്തിൻ്റെ തോലുകൊണ്ട് പാപിയായ മനുഷ്യനെ ഉടുപ്പിച്ചു. റെഡ് ഇന്ത്യൻസിൻ്റെ ഇടയിൽ ദൈവത്തെക്കുറിച്ച് പറയുന്നത് ദ ഫസ്റ്റ് സാക്രിഫൈസർ എന്നാണ് ദൈവത്തെ വിളിക്കുന്നത്. അത്രേ, ദൈവമാണ് ആദ്യത്തെ ബലിയർപ്പിച്ചവൻ. മനുഷ്യൻ്റെ പാപത്തെ മൂടിവെക്കുവാൻ അവൻ്റെ കർമാനുഷ്ഠാനങ്ങൾ അത്തിയിലകൾ പോലെ അപര്യാപ്തമായപ്പോൾ, അത് വാടിപ്പോയപ്പോൾ ദൈവം അവന് കൊടുത്ത യാഗമൃഗത്തിൻ്റെ തൊലി അവനെ കുറച്ചു കാലത്തേക്കെങ്കിലും പഴയ നിയമ കാലഘട്ടത്ത് പൊതിയുവാൻ സംരക്ഷിക്കുവാൻ പര്യാപ്തമായിരുന്നു. പക്ഷേ നമ്മളിവിടെ വായിച്ചതുപോലെ 10-ാം അധ്യായത്തിൽ ആദ്യത്തെ വാക്കുകൾ പറയുന്നത് പോലെ ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴൽ മാത്രമാണ്, സാക്ഷാൽ സ്വരൂപമല്ലായകൊണ്ട് ആണ്ടുതോറും ഇടപെടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. മൃഗബലികൾ അപര്യാപ്തമാണ്, പാപത്തെ മൂടിവെക്കുവാൻ അപര്യാപ്തമാണ്. പിന്നെ എന്തിനാണ് ദൈവം അത് കൊടുത്തത് എന്ന ചോദ്യം ചോദിക്കേണ്ടതാണ്. അതൊരു ചൂണ്ടുപലകയാണ്. നിഴലായ ഈ ബലി പൊരുളായ ഒരു വലിയ ബലിയിലേക്ക് ചൂണ്ടുന്നതാണ്. സ്നാപക യോഹന്നാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ കുഞ്ഞാട് ബലിയർപ്പിക്കപ്പെടുന്ന ഒരു ദിനം വരുന്നു. ദൈവത്തിൻ്റെ കുഞ്ഞാട്, ദൈവത്തിൻ്റെ പുത്രനായ ഈശോ മിശിഹ സർവ്വലോകത്തിൻ്റെയും പാപത്തെ ചുമന്നുകൊണ്ട് പാപികൾക്ക് വേണ്ടി ബലിയായിത്തീരുന്ന ഒരു സുന്ദര മുഹൂർത്തം ചരിത്രത്തിൽ ഉണ്ടാകുവാൻ പോകുന്നു എന്ന് പഴയ നിയമ വിശ്വാസികൾക്ക് മുൻകൂർ വിശ്വസിക്കുവാൻ ആവശ്യമായ ഒരു ചൂണ്ടുപലകയാണ് പഴയ നിയമ മൃഗബലികൾ. പ്രിയ സ്നേഹിതരെ, ബലിയുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കർത്താവിൽ പ്രതീക്ഷിക്കുകയാണ്. ബലി പകരം മരണമാണ്. പാപം ചെയ്യാത്തവൻ പാപിയുടെ പാപം ഏറ്റെടുത്തുകൊണ്ട് പാപത്തിൻ്റെ ശമ്പളമായ മരണം പാപിക്ക് വേണ്ടി അനുഭവിച്ചു തീർക്കുമ്പോൾ പാപി ശിക്ഷയിൽ നിന്ന് ഒഴിവാകുന്നു എന്ന സയുക്തികമായ നീതിപൂർവകമായ പ്രമാണമാണ് അവിടെ നിറവേറുന്നത്. ബലിയെ മാറ്റി നിർത്തി പാപമോചനം അല്ലെങ്കിൽ രക്ഷ എന്ന വിഷയത്തിന്
പ്രസക്തിയില്ല, നിലനിൽപ്പില്ല. അതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങളുടെയും കേന്ദ്ര വിഷയമായിരിക്കുന്നത് ഒരളവിലല്ലെങ്കിൽ മറ്റൊരളവിൽ ബലിയർപ്പണമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്നാപയോഹന്നാൻ നമ്മെ പരിചയപ്പെടുത്തി തരുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ ബലിയർപ്പണം കാലസമ്പൂർണതയിൽ പൂർത്തിയായി. ഈശോ മിശിഹ മരിക്കുമ്പോൾ പറഞ്ഞ അവസാനത്തെ വാക്ക് നമുക്കറിയാം, എല്ലാം പൂർത്തിയായി എന്നാണ്. ആ വാക്യത്തിൽ മുഖ്യമായും അടങ്ങിയിരിക്കുന്ന ആശയം പാപിയായ മനുഷ്യൻ്റെ ആത്മരക്ഷയ്ക്ക് ആവശ്യമായ പാപവിമോചനം ദൈവത്തിൻ്റെ മുൻപിൽ നീതിപൂർവകമായി പൂർത്തിയായിരിക്കുന്നു ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ ബലിയർപ്പണത്തിലൂടെ. ദൈവത്തിൻ്റെ കുഞ്ഞാട് ഈശോ മിശിഹയാണ് എന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. ദൈവത്തിൻ്റെ കുഞ്ഞാട് ഈശോ മിശിഹയാണ്. ഇതാ ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഒരു പാപവും ചെയ്യാത്തവൻ പാപമാക്കി തീർക്കപ്പെട്ടു എന്നാണ് ബൈബിൾ ഭാഷ്യം. പാപമാക്കി തീർക്കപ്പെട്ടു, പാപിയല്ല, പാപമാക്കി തീർക്കപ്പെട്ടു. സർവ്വലോകത്തിൻ്റെയും പാപത്തെ അവൻ്റെ മേലിട്ടു. പരിശുദ്ധനായ ദൈവപുത്രൻ്റെ മേൽ ജഡം ധരിച്ച് ഭൂമിയിൽ വന്ന് മനുഷ്യൻ്റെ പ്രതിനിധിയായി ജീവിച്ച ഈശോ മിശിഹായുടെ മേൽ സർവ്വലോകത്തിൻ്റെയും പാപത്തെ ഇട്ടിട്ട് പാപത്തിൻ്റെ ശമ്പളമായ മരണം അവൻ്റെ മേൽ ദൈവമിട്ടപ്പോൾ പാപിയെ രക്ഷിക്കുവാനുള്ള ദൈവത്തിൻ്റെ നീതിപൂർവകമായ സയുക്തികമായ പദ്ധതിയുടെ പൂർത്തീകരണമാണ് കാൽവരി ക്രൂശിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് കർത്താവിന് ഇങ്ങനെ പറഞ്ഞ് മരിക്കുവാൻ കഴിഞ്ഞത്, എല്ലാം പൂർത്തിയായി എന്ന്. ബലി എന്ന ഈ ആശയം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴമായി കോറിയിടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഈശോ മിശിഹായുടെ ബലി സർവ്വലോകത്തിൻ്റെയും പാപപരിഹാരാർത്ഥമുള്ള ബലിയാണ്, പകരം മരണമാണ്. ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ ജാമ്യക്കാരൻ പണമടച്ച് കടക്കാരനെ കോടതിയിൽ നിന്നോ ബാങ്കിൽ നിന്നോ രക്ഷിക്കുന്ന ആ പ്രവൃത്തിയെ ഇവിടെ ആത്മീയ അർത്ഥത്തിലുള്ള ഒരു അവതരണമാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം. ദൈവത്തിൻ്റെ കോടതിയിൽ പാപിയായ മനുഷ്യൻ കെട്ടിവെക്കേണ്ട പാപക്കടം, പാപത്തിൻ്റെ ശമ്പളമായ മരണം ഈശോ മിശിഹ കെട്ടിവെച്ചു. അവൻ മരിക്കുവാൻ ആവശ്യമുണ്ടായിരുന്നില്ല, അവൻ ഒരു പാപവും ചെയ്തിരുന്നില്ല. പക്ഷേ പരിശുദ്ധനായവൻ മരിച്ചു. പാപത്തിൻ്റെ ശമ്പളമാണ് മരണമെങ്കിൽ പാപി മരിച്ചാൽ പോരെ? പാപം ചെയ്യാത്ത ദൈവത്തിൻ്റെ പുത്രൻ എന്തിനു മരിച്ചു? ഉത്തരവിതാണ്, അവൻ എനിക്ക് വേണ്ടി മരിച്ചു, അവൻ നിനക്ക് വേണ്ടി മരിച്ചു. 10:14 വരുമ്പോൾ അത്ഭുതകരമായ ഒരു പ്രസ്താവന അവിടെയുണ്ട്. ഞാനത് നിങ്ങൾക്കായിട്ട് വായിക്കാം. ഇങ്ങനെ പറയുന്നു, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. വളരെ ആശ്ചര്യകരമായ ഒരു വാക്യമാണത് കേട്ടോ. ഏകയാഗത്താൽ, ഏക എന്ന വാക്ക് ശ്രദ്ധിക്കണം. ഏകയാഗത്താൽ, ഇനിയൊരു ബലിയർപ്പണമില്ല എന്ന ധ്വനി അവിടെയുണ്ട്. ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയ ഒരു പരമയാഗമാണ് ഈശോ മിശിഹായുടെ യാഗം. ആദ്യത്തെ വാക്യങ്ങളിൽ പഴയ നിയമ മൃഗബലികൾ അപര്യാപ്തമെന്ന് സ്ഥാപിച്ചിട്ട് പുതിയ നിയമത്തിലെ ബലി, യേശുക്രിസ്തുവിൻ്റെ ബലി തന്നിൽ ആശ്രയിക്കുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്ന അത്ഭുതകരമായ പ്രഖ്യാപനം നാം ഇവിടെ കാണുകയാണ്. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ മുൻപാകെ ധൈര്യപൂർവ്വം നിൽക്കുവാൻ നമ്മുടെ അക്കൗണ്ടിൽ ഒരു പാപവും ഉണ്ടാകുവാൻ പാടുള്ളതല്ല. ദൈവത്തിൻ്റെ മുൻപാകെ ധൈര്യപൂർവ്വം നിൽക്കണമെങ്കിൽ, ന്യായ ദിവസത്തിൽ ധൈര്യപൂർവ്വം നിൽക്കണമെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ഒരു പാപവും ഉണ്ടാകുവാൻ പാടുള്ളതല്ല. ലോകമതങ്ങൾ ഭക്തന്മാരെ പറഞ്ഞു വഞ്ചിച്ചിരിക്കുന്ന ഒരു കാര്യം ഞാൻ ഇത്തരണത്തിൽ ഓർത്തു പോവുകയാണ്. സ്വർഗം തമ്മിൽ ഭേദം തൊമ്മന്മാർക്കുള്ള, വലിയ പാപങ്ങൾ ചെയ്യാത്ത ചെറിയ പാപങ്ങൾ മാത്രം ചെയ്ത ആളുകൾക്ക് പ്രാപിക്കുവാൻ കഴിയും എന്ന ഒരു തെറ്റിദ്ധാരണ മതങ്ങൾ തങ്ങളുടെ ഭക്തന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഏദൻ തോട്ടത്തിൽ നിന്ന് ആദവും ഹവ്വയും പുറത്താക്കപ്പെട്ടത് എത്രാമത്തെ പാപം ചെയ്തപ്പോഴാണ്? 10ഓ 15ഓ പാപം ചെയ്യുന്നവരെ നോക്കിയിരുന്നോ? ഇല്ല കേട്ടോ. ആദ്യത്തെ പാപം, ഒരു പാപം മനുഷ്യനെ പാപിയാക്കി, പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ കഴിവില്ലാത്തവനാക്കി. ഒരു പാപം നമ്മുടെ അക്കൗണ്ടിലുണ്ടെങ്കിൽ, എൻ്റെ പേരിലുണ്ടെങ്കിൽ, നിങ്ങളുടെ പേരിലുണ്ടെങ്കിൽ ദൈവം മുമ്പാകെ നമുക്ക് നിൽക്കുവാനാവില്ല. ഒരു പാപമല്ല, 1000 പാപം എത്രയോ വട്ടം നാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ മുൻപാകെ നിൽക്കുവാൻ നാം യോഗ്യരല്ലാതിരിക്കെ നമ്മെ യോഗ്യരാക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധനായ പുത്രൻ നമ്മിലൊരുവനായി ഭൂമിയിൽ വന്നു, നമ്മുടെ പ്രതിനിധിയായി ഭൂമിയിൽ ജീവിച്ചു, ന്യായപ്രമാണം അനുശാസിക്കുന്ന മുഴുവൻ കാര്യങ്ങളും കൃത്യമായി നിർവഹിച്ചു, പാപിയല്ലെന്ന് പലവട്ടം തെളിയിച്ചു. പക്ഷേ വലിയ പാപിയെ പോലെ 2 കൊടും കുറ്റവാളികളുടെ മധ്യത്തിൽ ഈശോ മിശിഹ പിടഞ്ഞു മരിച്ചത് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ടാകയാൽ
അവൻ്റെ യാഗം മൂലം വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്ന ഒരുവൻ്റെ അക്കൗണ്ടിൽ ഇനി ഒരു പാപവുമില്ല കേട്ടോ. അതുകൊണ്ടാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളെ ലേഖനങ്ങളിൽ സംബോധന ചെയ്യുന്നത് വിശുദ്ധർ എന്ന് സംബോധന ചെയ്യുന്നത്. സാധാരണക്കാരിൽ സാധാരണക്കാരായവരെ വിശുദ്ധർ എന്ന് സംബോധന ചെയ്യുന്ന ബൈബിൾ ഗർഭസ്ഥ ശിശുവിൽ പോലും പാപം ആരോപിച്ചിട്ടുണ്ടെന്ന് മറക്കരുത്. ഗർഭസ്ഥ ശിശുവിൽ പോലും പാപം ആരോപിച്ചിട്ടുള്ള ബൈബിൾ സാധാരണക്കാരിൽ സാധാരണക്കാരായവരെ വിശുദ്ധർ എന്ന് വിളിക്കുന്നതിൻ്റെ പിന്നാമ്പുറത്തുള്ള വേദശാസ്ത്രം ഈശോ മിശിഹായുടെ പകരം മരണമാണ്, ബലിമരണമാണ്. ഏകയാഗത്താൽ തന്നിൽ വിശ്വസിക്കുന്നവരെ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയ ഒരു രക്ഷകൻ, ഇതുപോലൊരു രക്ഷകൻ ലോകത്ത് വേറെ ആരുമില്ലെന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് ഈശോ മിശിഹായുടെ ബലിമരണം പ്രസക്തമാകുന്നത്. ആകാശത്തിന് കീഴെ മനുഷ്യർക്കിടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ലെന്ന് പറയുവാനുള്ള കാരണം പാപികൾക്ക് വേണ്ടി മരിക്കുവാൻ ഭൂതലത്തിൽ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ അവതരിച്ചിട്ട് ഒരു പാപവും ചെയ്യാതെ ജീവിച്ചിട്ട് പാപത്തിൻ്റെ ശമ്പളമായ മരണം സകല പാപികൾക്കും വേണ്ടി അനുഭവിച്ചു തീർത്തു എന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ കേന്ദ്ര ആശയം. പഴയ നിയമത്തിലെ ബലികൾ പാപം പരിഹരിക്കുവാൻ അപര്യാപ്തമായിരുന്നപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഏകയാഗത്താൽ നീതീകരിക്കപ്പെടുന്ന സകലർക്കും സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയത് കൊണ്ട് 18-ാം വാക്യം പറയുന്നു, ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. വളരെ സയുക്തികമായ ഒരു ക്രമം നമ്മൾ അവിടെ കാണുന്നുണ്ട്. പഴയ നിയമം അപര്യാപ്തം, യേശുവിൻ്റെ ബലി പര്യാപ്തം. അതുകൊണ്ട് ഇനിമേൽ ബലിയർപ്പണം ആവശ്യമില്ല. ഇനിമേൽ ബലിയർപ്പണം ആവശ്യമില്ല എന്ന തിരിച്ചറിവില്ലാത്തവരാണ് ബലിയർപ്പിക്കേണ്ടത് ഏത് ദിശയിലേക്ക് എന്ന ചർച്ച നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ബലിയുടെ ദിശയല്ല പ്രശ്നം, ബലിയുടെ ലക്ഷ്യം എന്തായിരുന്നു, ഈശോ മിശിഹായുടെ ബലിയുടെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി വലിയ ശബ്ദകോലാഹലം സമൂഹത്തിൽ നാം ഇന്ന് കേൾക്കുന്നത്. ബലിയർപ്പണം എന്ത് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ഏത് ദിശയിലേക്കാണ് ബലി നടത്തേണ്ടത് എന്നതാണ് പലരുടെയും ചോദ്യമെങ്കിൽ വാസ്തവത്തിൽ ചോദിക്കേണ്ട ചോദ്യം ബലിയർപ്പണം ഇനിമേൽ ആവശ്യമുണ്ടോ എന്നായിരുന്നു. എന്നാൽ അത് ചോദിക്കുവാൻ തുനിയാതെ പാരമ്പര്യങ്ങളുടെ പിന്നാലെ പോയി ബലിയർപ്പണത്തിൻ്റെ ദിശയെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്നവർ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് വരട്ടെ. ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തി എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടാകട്ടെ. അതുകൊണ്ട് ഇനിമേൽ ബലിയർപ്പണം ആവശ്യമില്ലാത്തതുകൊണ്ട് ബലിയുടെ ദിശയല്ല, പ്രത്യുത ബലിയുടെ അർത്ഥമാണ് നാം മനസ്സിലാക്കേണ്ടത്. ബലിയുടെ അർത്ഥം, യേശുക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ ബലിയുടെ അർത്ഥം നമ്മുടെ മുഴുവൻ പാപങ്ങളെയും കഴുകിക്കളയുന്നു. യോഹന്നാൻ ലേഖനത്തിൽ പറയുന്നത് പോലെ, 1 യോഹന്നാൻ 1:7 അവസാന ഭാഗം പറയുന്നത് പോലെ, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിനേക്കാൾ ആശ്വാസകരമായൊരു പ്രഖ്യാപനം മറ്റെന്തുണ്ട്? യേശുവിൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മരണം എന്നാണ് കേട്ടോ അർത്ഥം. യേശുവിൻ്റെ സിരകളിലൂടെ ഓടിയ ആ O പോസിറ്റീവോ AB പോസിറ്റീവോ അല്ലെങ്കിൽ ഏതെങ്കിലുമായ ആ രക്തത്തെക്കുറിച്ചല്ല, പ്രത്യുത യേശുവിൻ്റെ മരണം നമ്മുടെ സകല പാപങ്ങൾക്കും പരിഹാരം വരുത്തുവാനുള്ള ബലി മരണമാകയാൽ നമ്മുടെ പാപങ്ങൾ കഴുകപ്പെട്ടിരിക്കുന്നു, പാപങ്ങൾക്ക് പരിഹാരം വന്നിരിക്കുന്നു. പാപത്തിൻ്റെ ശമ്പളമായ മരണം ഈശോ മിശിഹാ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അനുഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഏതൊരുവൻ ക്രിസ്തുവിൽ ആശ്രയിക്കുന്നുവോ, യേശുവിൽ ആശ്രയിക്കുന്നുവോ, അവൻ്റെ പാപം യേശുവിൻ്റെ മേൽ കണക്കിട്ടതുകൊണ്ട്, ജാമ്യക്കാരൻ കടം കൊടുത്തു വീട്ടിയതുകൊണ്ട്, കടക്കാരൻ പാപി ദൈവത്തിൻ്റെ മുൻപാകെ കടക്കാരനല്ല, അവൻ്റെ കടം ജാമ്യക്കാരൻ കൊടുത്തു വീട്ടി. ബലി എന്ന ആശയത്തിൻ്റെ പൂർത്തീകരണം അതാണ്. മൃഗബലി അപര്യാപ്തമാണ്, മനുഷ്യൻ നടത്തുന്ന ബലികൾ എല്ലാം അപര്യാപ്തമാണ്. എന്നാൽ ദൈവപുത്രൻ്റെ ബലി പര്യാപ്തമാണ്. കാരണം ഈശോ മിശിഹാ എന്ന ദൈവപുത്രൻ സകല മനുഷ്യർക്കും പകരം നിൽക്കുവാൻ കഴിയുന്ന ഒരുവനാണ്. ലോകചരിത്രത്തിൽ 2 പേർക്ക് മാത്രമേ സകല മനുഷ്യരെയും പ്രതിനിധാനം ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ഒന്ന്, മാനവകുലത്തിൻ്റെ ആദ്യ മനുഷ്യനായ ഏദൻ തോട്ടത്തിലെ ആദാം, അവനെ 1-ാമത്തെ ആദാം എന്ന് ബൈബിൾ വിളിക്കുന്നു. 2, ഈ ആദാമിനെ ഉൾപ്പെടെ സകല മാനവകുലത്തെയും സൃഷ്ടിച്ചവനായ ഒടുവിലത്തെ ആദാം എന്ന് വിളിക്കപ്പെടുന്ന യേശു കർത്താവ് ദൈവപുത്രൻ. ദൈവപുത്രൻ്റെ മരണം സകല മനുഷ്യർക്കും പകരമായിട്ടുള്ള മരണമാകയാൽ അവൻ്റെ രക്തം
സകല പാപവും പോക്കി നമ്മെ വിശുദ്ധീകരിക്കുന്നു എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് എബ്രായ ലേഖനകാരൻ 10:14 ഇങ്ങനെ പറയുന്നത്, ഏകയാഗത്താൽ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നുവെന്ന്. സൽഗുണപൂർത്തി വന്നുവെങ്കിൽ, ഞാനും നിങ്ങളും വിശുദ്ധരായി തീർന്നു എങ്കിൽ, ഇനിമേൽ ബലിയർപ്പണമില്ല എന്ന് പറയുന്നത് എത്രയോ കൃത്യമായ പ്രസ്താവനയാണ്. അതുകൊണ്ട് ഞാൻ സ്നേഹബുദ്ധിയ ഞങ്ങളുടെ ശ്രോതാക്കളെ എബ്രായ ലേഖനം 10-ാം അധ്യായം നിങ്ങൾ ഗൗരവമായിട്ടൊന്ന് വായിക്കുവാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഒന്ന് വായിച്ച് ബലി എന്താണെന്നും യേശുവിൻ്റെ ഈ പരമബലി മൂലം എന്താണ് സംഭവിച്ചതെന്നും തൽഫലമായി തന്നിൽ ആശ്രയിക്കുന്ന, തന്നിൽ വിശ്വസിക്കുന്ന, അതെ, ഈ ബലിയുടെ ഗുണഫലം അനുഭവിക്കുവാൻ നമുക്കിനി ചെയ്യേണ്ടതായിട്ട് ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ജെറൂസലേം തീർത്ഥാടനങ്ങൾ നടത്തുകയല്ല, മലകൾ കയറുകയല്ല, നേർച്ചകാഴ്ചകൾ നടത്തുകയല്ല. പ്രത്യുത എനിക്ക് പകരക്കാരനായി മരിച്ച ഈശോ മിശിഹായെ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. നീയാണ് എൻ്റെ രക്ഷകൻ, നീയാണ് എൻ്റെ പാപപരിഹാരകൻ. ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, നിന്നിൽ ആശ്രയിക്കുന്നു. ഞാൻ എന്നിലോ എൻ്റെ മതബോധ്യങ്ങളിലോ എൻ്റെ അനുഷ്ഠാനങ്ങളിലോ ആശ്രയിക്കാതെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ മുൻപാകെ, കർത്താവിൻ്റെ ക്രൂശിൻ്റെ മുൻപാകെ മുട്ടുമടക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇതാണ് സുവിശേഷമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മതാനുഷ്ഠാനങ്ങളിൽ നിന്നും ബലികളെക്കുറിച്ചുള്ള ചർച്ചകളിൽ നിന്നും പിന്മാറിയിട്ട് ഈശോ മിശിഹായുടെ ബലിയിലൂടെ പൂർത്തിയായ പാപപരിഹാര യാഗത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഉറപ്പിച്ച് പാപങ്ങൾ കഴുകപ്പെട്ട് ആത്മരക്ഷ പ്രാപിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നു. നിൻഹൃത്തടത്തിൽ വഹിക്കുന്നു, നിന്നുള്ളം കയ്യിൽ വരച്ചെന്നെ, നിൻഹൃത്തടത്തിൽ വഹിക്കുന്നു, നിത്യതയിലെത്തുവോളം സൂക്ഷിക്കുന്നു, അമൂല്യമായൊരു നിധി പോലെന്നെ, നിത്യതയിലെത്തുവോളം സൂക്ഷിക്കുന്നു, അമൂല്യമായൊരു നിധി പോലെന്നെ. എന്തുണ്ടെങ്കിൽ നന്മയാ, എന്തു കണ്ടെങ്കിൽ പുണ്യമാ, എന്തുണ്ടെങ്കിൽ നന്മയാ, എന്തു കണ്ടെങ്കിൽ പുണ്യമാ. 1000 സ്തോത്രം ഞാൻ ചൊല്ലുന്നു, 10,000 സ്തുതികൾ അർപ്പിക്കുന്നു, 1000 സ്തോത്രം ഞാൻ ചൊല്ലുന്നു, 10,000 സ്തുതികൾ അർപ്പിക്കുന്നു. ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ, ഇത്രയേറെ നന്മകളേകാൻ, എന്തുണ്ടെങ്കിൽ നന്മയാ, എന്തു കണ്ടെങ്കിൽ പുണ്യമാ, എന്തുണ്ടെങ്കിൽ നന്മയാ, എന്തു കണ്ടെങ്കിൽ പുണ്യമാ, എന്തുണ്ടെങ്കിൽ നന്മയാ, എന്തു കണ്ടെങ്കിൽ പുണ്യമാ, എന്തുണ്ടെങ്കിൽ നന്മയാ, എന്തു കണ്ടെങ്കിൽ പുണ്യമാ. സമ്പൂർണമായിരിക്കുന്ന ഏകബലിയാണ് കാൽവരിയിലെ ക്രൂശിൽ യാഗമായി തീർന്നത്. ഇനിയൊരു ബലിയുടെ ആവശ്യമില്ല. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും കൂടെ കൂടെ ബലി അർപ്പിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നിൽക്കൂ. ഇനി ബലിയുടെ ആവശ്യമുണ്ടോ എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം ദൈവം തമ്പുരാൻ കാൽവരിയിലെ ക്രൂശിൽ അർപ്പിച്ചത് എന്നേക്കുമുള്ളതായിരിക്കുന്ന ഏകബലിയാണ്. നാം തിരുവെഴുത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സകല പാപവും, നാം ചെയ്തിരിക്കുന്ന എല്ലാ പാപത്തെ ശുദ്ധീകരിക്കുവാൻ ഉതകുന്ന ഏകബലിയാണ് കാൽവരിയിലെ ക്രൂശിൽ നടന്നത്. ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ബലിയിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷ നേടുവാനായിട്ട് സാധിക്കും. ആ ബലി നമ്മുടെ സമ്പൂർണമായ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന ഒരു ബലിയാണ്.
അതുകൊണ്ട് ഇനി ഒരു ബലിയുടെ ആവശ്യമില്ല എന്നുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക. എന്താണ് വിശ്വസിക്കേണ്ടത്? കർത്താവെ, അവിടുന്ന് എനിക്ക് വേണ്ടി തൻ്റെ പുത്രനെ കാൽവറിയിലെ ക്രൂശിൽ മരിക്കുവാനായിട്ടിടയായി. എൻ്റെ പാപങ്ങൾ വഹിച്ചുകൊണ്ടാണ് അവിടുന്ന് കാൽവറിയിലെ ക്രൂശിൽ മരിച്ചത് എന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കും, നിത്യതയിൽ എത്തുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ആ ബലിയിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ മകനായി തീരുവാനായിട്ട് നമ്മെ ഓരോരുത്തരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, അവിടുന്ന് ഞങ്ങൾക്കായി ഏകബലിയായി തീർന്നു ഓർത്തു സ്തോത്രം. കർത്താവേ, അവിടുത്തെ രക്തം ഞങ്ങളുടെ സകല പാപവും കഴുകി ശുദ്ധീകരിക്കുന്നതായതിനാൽ ഞങ്ങൾ നന്ദി പറയുകയാണ്. ആയ ഏകബലിയിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ മകനായി തീരുവാൻ, കർത്താവിൻ്റെ മക്കളായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങൾ ഏവരെയും സഹായിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവകൃപയിൽ ആശ്രയിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടേതായിരിക്കുന്ന പല ബലികളും പല നല്ല പ്രവൃത്തികളും ചെയ്തവരാണ്. എന്നാൽ അതൊന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രസാദമുള്ളതല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. കർത്താവായ യേശു ക്രിസ്തു ഒരുക്കിയ ആ ബലിയിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ മക്കളായിട്ട് തീരുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ ഏവരെയും സഹായിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചന അവിടുന്ന് കേട്ടതോർത്ത് സ്തോത്രം. എല്ലാ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ ദൈവവചന സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ് 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyasathyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ മുഖേന ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. ഈ പ്രോഗ്രാമിൻ്റെ മറ്റു സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുന്നതിനായി ഞങ്ങളുടെ സത്യസത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യസത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സത്യം സത്യമാ, സത്യം സത്യമാ.